മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരിക്കെ ബസ്സിന് തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സാണ് കത്തിയത്. ആളുകൾ ഇറക്കിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ബസ്സിന് തീപിടിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ഉടമ യൂനിസലി രംഗത്തെത്തിയിട്ടുണ്ട്. യൂനിസലിയുടെ പ്രതികരണത്തിലേക്ക്. കുറച്ച് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ കൊലവിളിയും തെറി അഭിഷേകവും, അത് ഞാൻ പേരെടുത്ത് പറയണില്ല, കുറച്ച് വ്യക്തികളും എൻ്റെ ഈ പ്രസ്ഥാനത്തിന് നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ വണ്ടികൾ കത്തിക്കും അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജുകളും ഫോൺ കോളുകളും നിരന്തരമായി ഈ ഒരു ആഴ്ചൻ്റെ മുകളിലായിട്ട് എന്നെ വേട്ടയാടാണ്. മണ്ണാർക്കാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്, സന ബസ്സിലെ യാത്ര ഒഴിവാക്കുക, അതൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ്. അദ്ദേഹം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട്, മുമ്പ് പ്രതീക്ഷ പോലെ നടന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്നോടൊരു വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെന്നാണ് എനിക്ക് ഇത് തോന്നിയത്. ആയതുകൊണ്ട് ഇതിനെതിരെ ഒരു സമഗ്ര അന്വേഷണം വേണം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. സമീർ, ഈ പറയുന്ന സാങ്കേതിക തകരാറിലൊക്കെ വാഹനത്തിന് തീപിടിക്കുന്നത് പൊതുവെ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാവുന്ന സംഗതിയാണ്. പക്ഷേ ഇവിടെ ആ ഒരു തീപിടുത്തം അതിലൊരു വലിയ അപകടം ഒഴിവായെന്ന ആശ്വാസ വാർത്ത വരുമ്പോഴും ഉടമ ഒരു ദുരൂഹത ആരോപിക്കുന്നു. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ യാത്രക്കാരുള്ള സമയത്ത് ആരോ മനഃപൂർവ്വം അതിന് തീ വച്ചു അല്ലെങ്കിൽ അതിന് തീ പിടിക്കാനുള്ള ഇടയാക്കി എന്നൊരു ആരോപണം വരുന്നു. ഇതിലൊരു അന്വേഷണം ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈലി, പ്രാഥമികമായി പോലീസും ഫയർഫോഴ്സും പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീ കത്താൻ കാരണമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സംഘമൊക്കെ തന്നെ ബസ്സിൽ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ഉടമ ആരോപിക്കുന്നത് ഈ ബസ്സിനെതിരെ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തീ കത്തിക്കുമെന്ന് ചില ആളുകൾ പരാമർശം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബസ് തീ കത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്, കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. പക്ഷേ ഈ ആരോപണം നിലവിൽ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് നിലവിൽ പോലീസിന് മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഒരു നിറയെ യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ്സിന് മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീടാൻ കഴിയുക എന്നുള്ള ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുണ്ട്. എന്ത് രാവിലെയാണ് ഈ കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സന എന്ന് പറയുന്ന സ്വകാര്യ ബസ് കൊണ്ടോട്ടിക്ക് സമീപം വെച്ച് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം വാഹനത്തിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഡ്രൈവർ ഇടപെട്ട് എല്ലാവരെയും തന്നെ ബസ്സിന് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് അതിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും യാത്രക്കാരൊക്കെ തന്നെ അതിവേഗത്തിൽ ഇറക്കിയതോട് പിന്നാലെയാണ് ബസ് വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ട് സമീപവാസികളും മറ്റുള്ളവരുടെയും അവസരത്തിലും ഇടപെടൽ മൂലം ഏതാണ്ടൊക്കെ തീ അണക്കുകയും പിന്നീട് ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുരൂഹത ആലോപിച്ച് ഉടമ യൂനിസലി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും ബസ്സിന് തീപിടിച്ചു, ആർക്കും പരിക്കില്ല എന്ന ആശ്വാസ വാർത്ത വരുമ്പോൾ ഈ ബസ് ഉടമയുടെ ആരോപണം അതൊരു ഉണ്ടയില്ലാ വെടിയാണോ എന്ന സംശയമാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ആധികാരികത ഉണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. സമീറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.